സീക്രട്ട് എസ്.എൻ. സ്വാമിസ് ഡയറക്ടോറിയൽ ഡെബ്യൂ. 73 വയസ്സുള്ള മമ്മൂക്കയുടെ പാഷനെ കുറിച്ചൊക്കെ നമ്മൾ തോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എസ്.എൻ. സ്വാമി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പാഷനെ കുറിച്ചും സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ 71 വയസ്സിലാണ് ആദ്യമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. 40ഓളം മലയാള സിനിമകൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തിയാണ്. ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഒരു പ്രായത്തിൽ ഒരു സിനിമ ചെയ്യുന്നെങ്കിൽ അത് പാഷന്റെ പുറത്ത് തന്നെയാണ്. അതിനെ അഭിനന്ദിക്കണം, മാതൃകാപരമായിട്ട് കാണുകയും വേണം. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയുണ്ടല്ലോ, ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഇങ്ങനെ സിനിമ ചെയ്യാനേ പാടില്ലായിരുന്നു എന്ന്. കാരണം അത്രത്തോളം നിരാശ തരുന്നൊരു പാടായിരുന്നു. അതോടൊപ്പം തന്നെ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച ധ്യാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിലവിൽ ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ കഥാപാത്രത്തോടും അല്ലെങ്കിൽ സിനിമയോടും സമീപിക്കുന്ന വേറെ നടനുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അത്ര നിരുത്തരവാദപരമായിട്ടാണ് പുള്ളി അദ്ദേഹത്തിന്റെ സിനിമകളെയൊക്കെ സമീപിക്കുന്നത്. ഈ സിനിമയിലാണെങ്കിൽ വളരെ മോശം പെർഫോമൻസ് ആണ്. സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരൊറ്റ ഭാവം, ഒരൊറ്റ എക്സ്പ്രഷൻ പിടിച്ചുകൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കണ്ടപ്പോൾ. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് ഇദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ പെർഫോം ചെയ്യാനുണ്ട്. പക്ഷെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ധ്യാന്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ കൊള്ളാം എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ഇതിനകത്ത് വളരെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥ കാലം തെറ്റി ഇറങ്ങിയ കഥയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നാഡീശാസ്ത്രം, പക്ഷിശാസ്ത്രം, ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിറകെ പോകുന്ന യുവതലമുറകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും അത്യാവശ്യം നല്ല തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നു, മറ്റൊരാൾ ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ വേറൊരാൾ സിനിമാറ്റോഗ്രാഫറാണ്. സിനിമാറ്റോഗ്രാഫറൊക്കെ ആയിട്ടുള്ള വ്യക്തികളൊക്കെ കുറെ കൂടി നല്ല രീതിയിലായിരിക്കും, കുറെ കൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയ്ക്കകത്തെ കഥാപാത്രങ്ങൾ ഏതോ ഒരു നാഡീശാസ്ത്രം നടത്തുന്ന ഒരാളെ എന്തോ പറഞ്ഞതെന്ന് കേട്ടിട്ട് അങ്ങ് പിറകെ പോവാണ്, അതിന്റെ പിറകെ പോവാണ്. നമ്മുടെ നായകനായ മിഥുൻ, അതായത് ധ്യാൻ ചെയ്യുന്ന മിഥുൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഒരു നാഡീശാസ്ത്രജ്ഞൻ പറയാണ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രേയ, ആ പെൺകുട്ടിയുമായിട്ട് വിവാഹം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് മരണം സംഭവിക്കും. ഇത് കേട്ടതിന്റെ പിറ്റേന്ന് മുതൽ മിഥുനും ഫ്രണ്ട്സും ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്നു. അവര് പിന്നെ അങ്ങ് ജ്യോതിഷം, പക്ഷിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ആ വഴിക്ക് പോവാണ്. അത് ഇന്നത്തെ കാലത്ത് നടക്കും അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ ഈ സിനിമ കുറച്ച് അധികം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കകത്ത് കുറച്ച് സയന്റിഫിക് ടേംസ് ഒക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് എൻട്രോപ്പി, തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ സിങ്ക്രോണസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് സിനിമയുടെ കഥയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ആ വഴിക്ക് പോകും, കഥയൊക്കെ വേറെ വഴിക്ക് പോകും, ഇതിന്റെ ഇടയിലുള്ള ജ്യോതിഷം വേറെ വഴിക്ക് പോകും. പിന്നെ 2 മണിക്കൂർ നിർത്താതെയുള്ള ഒരു മോട്ടിവേഷൻ സെമിനാർ ക്ലാസ് ആണ്. രഞ്ജിത്ത് ചെയ്യുന്ന സൈക്കോളജി പ്രൊഫസർ ഉണ്ട്. ഇദ്ദേഹമൊക്കെ വന്നിട്ട് കുറെ മോട്ടിവേഷൻ തരുവാണ്. ആടി മാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രശസ്തമായ ചില വചനങ്ങളെ കുറിച്ചൊക്കെയാണ് മോട്ടിവേഷൻ തരുന്നത്. പറഞ്ഞ പോലെ സിനിമ മൊത്തത്തിൽ മോട്ടിവേഷൻ ആ സംഭവത്തെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഥയ്ക്ക് ഇതിനുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ സിനിമ തുടങ്ങിയ ആദ്യത്തെ 3/4 മണിക്കൂർ അനാവശ്യമായിട്ട് ധ്യാൻ ചെയ്യുന്ന ആ ഒരു മിഥുൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെയും അല്ലെങ്കിൽ ആർദ്ര മോഹൻ, നവാഗതയായിട്ടുള്ള കുട്ടിയാണ്, ആർദ്ര ചെയ്യുന്ന നായിക കഥാപാത്രത്തിന്റെയും പ്രണയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. അത് അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സീരിയൽ ഫോർമാറ്റ് പിടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷോട്ടുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സീരിയലുകളിലൊക്കെ കാണുന്ന ക്ലോസ്, മിഡ് അല്ലെങ്കിൽ സജഷൻ, ഇമാതിരി ഷോട്ടുകളൊക്കെയാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത്. നായകൻ നായിക കോംബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഥുൻ ശ്രേയ കോംബോ വരുന്ന സമയത്ത് തന്നെ അവർക്കിടയിൽ കെമിസ്ട്രി വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്നതിൽ സംവിധായകൻ അമ്പെ പരാജയപ്പെട്ട അവസ്ഥയാണ്. കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, മണിക്കുട്ടൻ വരുന്നുണ്ട്, 2 സീനിൽ വന്നിട്ട് മണിക്കുട്ടൻ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലോജിക്കില്ലാത്ത കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുസ്തഫ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. മുസ്തഫയ്ക്കും ഈ പറയുന്ന പോലെ ഒരു ചുമ്മാ റോള്. പിന്നെ ക്യാമിയോ റോളായിട്ട് നമ്മുടെ രഞ്ജി പണിക്കർ വന്നിട്ടുണ്ട്. രഞ്ജി പണിക്കർ വന്നിട്ട് ഒരു 10 ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. നമ്മുടെ നോട്ട്ബുക്ക് സിനിമയിലെ ബ്രിഗേഡിയർ അലക്സാണ്ടർ, സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്ന പോലെ 10 ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. നടൻ കൃഷ്ണ ഈ സിനിമയ്ക്കകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ജയകൃഷ്ണൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ കൃഷ്ണയൊക്കെ പോലുള്ള ഒരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ കൊണ്ട് നിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയൊക്കെ യാതൊരു ബന്ധമില്ലാതെ കുറെ മോട്ടിവേഷൻ സെമിനാർ ക്ലാസ് ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ കുറേയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനിടയ്ക്ക് ചില രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ മോശമായിട്ടാണ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു കാറൊക്കെ പൊട്ടിത്തെറിക്കുന്ന സീനൊക്കെ ഉണ്ട്. വളരെ മോശമായിട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ചെറിയ പിള്ളേരുടെ കയ്യിൽ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കൊടുത്താൽ പോലും അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും അവരൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ തോന്നുന്നില്ല. സംഗീതമൊക്കെ ഉണ്ട് സിനിമയിൽ, 3 പാട്ടോ 4 പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരൊറ്റ പാട്ട് പോലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നമായിട്ട് വരുന്നത്.
അപ്പം ബിലീവ് ഇൻ യു, അതാണ് സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതായത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു മൊത്തം റൺ ടൈം എടുത്ത് മോട്ടിവേഷൻ സെമിനാർ ക്ലാസ് ഒക്കെ കൊടുത്ത് പ്രേക്ഷകരെ ബോറടിപ്പിച്ചു. സോ എൻ സ്വാമി എന്ന് പറഞ്ഞ ഡയറക്ടർ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സ്വാമിയുടെ ആദ്യ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.